ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ദി മല്ലു ബാങ്ക്. അപ്പോൾ ഇന്ന് എൻ്റെ SBI ക്ലർക്കിൻ്റെ എക്സാം ആയിരുന്നു. എനിക്ക് ഫസ്റ്റ് ഷിഫ്റ്റ് ആയിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. അതുപോലെ ഇന്ന് എക്സാം ഉണ്ടായിരുന്നവർ അവരുടെ അറ്റംപ്റ്റ്സ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഏത് ഷിഫ്റ്റ് ആണെന്നും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാം അറ്റംപ്റ്റ്സും അതുപോലെ തന്നെ ആൻസേഴ്സും ഒക്കെ. ഓക്കെ, സോ ഓവറോൾ എക്സാമിൻ്റെ ലെവൽ എന്ന് പറയുന്നത് ഈസി ലെവലായിരുന്നു. ഓക്കെ, എൻ്റെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഈസി ടു മോഡറേറ്റ് എന്ന് പറയാൻ പറ്റില്ല. ക്വാൺസിൽ ഒരു അരിത്മെറ്റിക് ഒരു ചെറിയ ഒരു മോഡറേറ്റ് ലെവൽ അല്ല. ഓക്കെ, ഈസി ലെവൽ തന്നെയായിരുന്നു. ദെൻ റീസണിങ് ഫസ്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, ക്വാൺസ്, റീസണിങ് അങ്ങനെയായിരുന്നു സീക്വൻസ് പോയിരുന്നത്. അതിൽ ഇംഗ്ലീഷ് ഫസ്റ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ എക്സാം സാധാ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് പോലെ തന്നെയായിരുന്നു. മോക്ക് എക്സാംസിൽ നിന്നും താഴെയുള്ളൊരു ലെവൽ. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് മോക്കൊക്കെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഗൈഡ്ലി മോക്കായിരുന്നു ഫോളോ ചെയ്തത്. അങ്ങനെയുള്ളപ്പോൾ കുറച്ചൊരു ടഫ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. SBI എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു ഹാർഡ് എക്സാം ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ബട്ട് അങ്ങനെയല്ലായിരുന്നു. ഓവറോൾ എല്ലാ ഷിഫ്റ്റിലും ഒരു ഈസി ടു മോഡറേറ്റ് ലെവലായിരുന്നു എന്നാണ് കണ്ടിട്ടുള്ളത് അനാലിസിസ് വഴി. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് RCs ഉണ്ടായിരുന്നു. RC വന്നിട്ടുള്ളത് റോഡ് ആക്സിഡൻറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു RC ഉണ്ടായിരുന്നു. ദെൻ പിന്നെ പാരാജമ്പിൾസ് ഇല്ലായിരുന്നു. ക്ലോസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതൊരു ബീ കീപ്പിംഗ് അങ്ങനെയുള്ള ഒരു കണ്ടൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലോസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ദെൻ എറർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സിമ്പിൾ, നമുക്ക് ജസ്റ്റ് വായിക്കുമ്പോൾ തന്നെ എറർ മനസ്സിലാവുന്ന ടൈപ്പ് എറർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് സെൻറ്റൻസിനെ അറേഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ ടിപ്പിക്കൽ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് അത്രയും ഷുവറായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ അറ്റംപ്റ്റ് ചെയ്തുള്ളൂ, നെഗറ്റീവ്സിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇംഗ്ലീഷിൽ ടോട്ടൽ ചെയ്തിരുന്നത് 26 അറ്റംപ്റ്റ്സ് ആയിരുന്നു ഔട്ട് ഓഫ് 30. ദെൻ നെക്സ്റ്റ് ആണ് ക്വാൺസിൽ ആക്ച്വലി എനിക്ക് പറ്റിയ തെറ്റ് എന്താണെന്ന് വെച്ചാൽ, ക്വാൺസ് ആദ്യം സ്പീഡ് മാത്സിൻ്റെ ഏരിയാസൊക്കെ ചെയ്തപ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ലാഗായിപ്പോയി. എനിക്ക് അറിഞ്ഞുകൂടാ ആ ടൈമിൽ എന്ത് സംഭവിച്ചെന്ന്. ഞാൻ കുറച്ചും കൂടി വളരെ ലാഘവത്തോടെ ഒരു ഫ്രീ മൈൻഡിൽ എക്സാം എഴുതി വന്നു. അപ്പോഴേക്കും അരിത്മെറ്റിക്കിൻ്റെ പോർഷൻ എത്താറായപ്പോൾ എനിക്ക് ടൈം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ അരിത്മെറ്റിക് എനിക്ക് കൂടുതലും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ക്വാൺസിൽ ടിപ്പിക്കലായിട്ടുള്ള സ്പീഡ് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ്, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ക്വാഡ്രാറ്റിക് ഒന്നും വന്നിരുന്നില്ല, മിസ്സിംഗ് നമ്പർ ആയിരുന്നു വന്നിരുന്നത്. അതും നമുക്ക് പെട്ടെന്ന് തന്നെ ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ടൈപ്പ് മിസ്സിംഗ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ദെൻ 2 സെറ്റ് DIs ഉണ്ടായിരുന്നു. ഒരെണ്ണം ഒരു ടേബിളിൻ്റെ ഒരു DIയും ഒരെണ്ണം ഒരു ബാർ ഗ്രാഫും. അത് രണ്ടും ഡയറക്റ്റ് നമുക്ക് വേറെ ഒന്നും ഡീകോഡ് ചെയ്തെടുക്കാൻ, അതിൻ്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യനെ നോക്കിയിട്ട് തന്നെ ആൻസേഴ്സ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പായിരുന്നു. ആ ബാർ ഗ്രാഫ് DIയിൽ ചിലപ്പോൾ ഒരു തെറ്റ് വരാനുള്ളത് അത് സെല്ല് ചെയ്തിരിക്കുന്നതിൻ്റെ അളവാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, ആ ഒരു ഗ്രാഫിൽ. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കും ടോട്ടൽ മാനുഫാക്ചർഡ് എന്നൊക്കെ ഒന്ന് വിചാരിച്ച് പോയാൽ ചിലപ്പോൾ ടൈം കൺസ്യൂമിങ് ആയി പോവാൻ സാധ്യതയുള്ള ഒരു ബാർ ഗ്രാഫ് ആയിരുന്നു. എന്താണേലും 2 ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത് രണ്ടും ഞാൻ അറ്റംപ്റ്റ് ചെയ്തു. ദെൻ അരിത്മെറ്റിക്കിലോട്ട് വരുമ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ ടൈം ആൻഡ് സ്പീഡ് ഉണ്ടായിരുന്നു. ബോട്ട് ആൻഡ് സ്ട്രീം ഉണ്ടായിരുന്നു. ദെൻ ടൈം വർക്കിൻ്റെ ഉണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എന്നാലും കുറച്ചൊക്കെ ചിന്തിക്കാനുള്ള, ട്രെയിനിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചൊരു ചിന്തിക്കാനുള്ള ടൈപ്പൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഓവറോൾ ക്വാൺസിൽ വന്ന അറ്റംപ്റ്റ് എന്ന് പറയുന്നത് 26 ആണ്. അത് ആക്ച്വലി വളരെ ലോ ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് തന്നെയാണ്. കാരണം 30+ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയാസൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആ ഒരു ടൈം ലിമിറ്റ് വന്നതുകൊണ്ടാണ് എനിക്ക് അത്രയും അറ്റംപ്റ്റ്സ് കുറവ് വന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് റീസണിങ് എന്ന് പറയുന്നത് നല്ല ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സിമ്പിൾ ലെവൽ ഓഫ്, നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ മോക്ക് ചെയ്തിട്ടുള്ളവർക്കറിയാം, ആ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു മോക്കിലൊക്കെ ഉണ്ടായിരുന്നത്. അൺസർട്ടനിറ്റി ടൈപ്പ് ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരുന്നു. ദെൻ സ്ക്വയർ ബേസ്ഡ് ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരുന്നു. ദെൻ പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് മന്ത്, ജാനുവരി ഫെബ്രുവരി തന്നിട്ട് 2 ഡേറ്റ്സും കൂടെയുള്ള ടൈപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള പസിൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ദെൻ സിലോജിസം ഉണ്ടായിരുന്നു. സിലോജിസവും ഒൺലി എ ഫ്യൂ ടൈപ്പ് വരുന്ന സിലോജിസംസ് ആയിരുന്നു. ദെൻ ഇനീക്വാളിറ്റി ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസൊക്കെയും ഡ്യൂവബിൾ ആയിട്ടുള്ള ടൈപ്പ് ആയിരുന്നു. ഇതിൽ എനിക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരുന്നത് ഈ മീനിങ് ഫുൾ വേർഡ് സെക്കൻഡ് തേർഡ് അങ്ങനെ പെയർ ചെയ്യുമ്പോഴുള്ളതാണ്.
എനിക്ക് കിട്ടിയത് ഓവൻ എന്നുള്ളതാണ്. അതല്ലാണ്ട് വേറെ വേർഡ് ഉണ്ട് കിട്ടുപോയെന്ന് ഞാൻ കുറേ പരിശ്രമിച്ച് നോക്കി, എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഓവനിലെ വി ആണ് ഞാൻ മാർക്ക് ചെയ്തത്. നിങ്ങളും അതാണോ ചെയ്തതെന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഞാൻ റീസണിങ് എനിക്ക് 6 മിനിറ്റ് ലെഫ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ടോട്ടൽ അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്. ഞാനത് ഒന്നുകൂടെ റീചെക്ക് ചെയ്തു. അപ്പോൾ റീചെക്ക് ചെയ്തപ്പോൾ എനിക്ക് കുറേ തെറ്റുകളൊക്കെ മാറ്റി ഓക്കെ അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റി. ദെൻ അതാണ് എൻ്റെ റീസണിങ്ങിലെ അറ്റംപ്റ്റ്. ടോട്ടൽ ഇംഗ്ലീഷിൽ 26, റീസണിങ് 35, ക്വാൻസ് 26, ടോട്ടൽ 87 ആണ് എൻ്റെ അറ്റംപ്റ്റ് വന്നിരിക്കുന്നത്. ഇനി വരുന്ന എക്സാം ഉള്ളവരോട് പറയാനുള്ളത്, ഈ ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഗൈഡ്ലിയിലും ടെക്സ്റ്റ് ബുക്കിലും ഒക്കെ ഫ്രീ ലൈവ് മോക്കുകൾ അവൈലബിൾ ആയിരിക്കും ഈ എക്സാംസിനെ ബേസ് ചെയ്ത്. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലും പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ ഇംഗ്ലീഷൊക്കെ ആണെങ്കിലും വളരെ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈസി ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. മോക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയത്തില്ലാത്ത പോർഷനിലെ സെക്ഷണൽ ടെസ്റ്റുകൾ കൂടുതൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മളുടെ ഏകദേശം ഒരു സേഫ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ഒരു 70+ ചെയ്തിട്ടുള്ളവർ എല്ലാം സേഫ് ആവാനുള്ള ചാൻസസ് ആണ് ഉള്ളത്. കാരണം ലാസ്റ്റ് ഇയർ 76 കട്ട് ഓഫ് വന്നു, 50 അടുത്തായിരുന്ന വേക്കൻസി. ഇത്തവണ 450 വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ എന്താണേലും ഒരു 68-70 റേഞ്ചിൽ തന്നെയായിരിക്കും ഇതിൻ്റെ കട്ട് ഓഫും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് എക്സാം കഴിഞ്ഞവരെല്ലാവരും മെയിൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇന്നിപ്പോൾ എക്സാം കഴിഞ്ഞവർക്കെല്ലാം ബാക്കിയുള്ളവരുടെ എക്സാം കഴിയുന്നിടം വരെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ടൈമുണ്ട്. അപ്പോൾ ആ ടൈമിലോട്ട് എന്ത് ചെയ്യുക, കറണ്ട് അഫെയർസിനെ റിവൈസ് ചെയ്യുക. സമയം തീരെ കളയാനില്ല. ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ മെയിൻസ് കാണും. അപ്പോൾ മെയിൻസിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷിനും കറണ്ട് അഫെയർസിനും നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു തുടങ്ങുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.